ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ആനിമൽ പ്ലാനറ്റിലാണ് വന്ന് നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ ബേർഡ്സിനെ, കുറേ ആനിമൽസിനെയൊക്കെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഒരുപാട് തത്തകളെ കാണാം, അടിപൊളി വെറൈറ്റി തത്തകളെ. ഇതൊരു പ്രശ്നം കണ്ടത് പേരൊന്നും എഴുതിയിട്ടില്ല, ഒന്നിൻ്റെ പേര് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒരുപാട് ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പുറകിൽ ഇവിടെ നോക്കി ഒരു കോഴിയെ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമുള്ള കോഴി. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വലിയ വാലുള്ള ഒരു കോഴി. കോഴി ഫുഡ് കഴിക്കാം. കമോൺ. നല്ല രസമുണ്ട് അതിൻ്റെ കഴുത്ത് കാണാൻ. ഇപ്പം ഭയങ്കര ഒരുപാട് കളേഴ്സൊക്കെ. ഇത് ആൺ കോഴി, അത് പെൺകോഴിയാണ്. ഇന്നത്തെ ആൺകോഴി കാണാൻ നല്ല രസമുണ്ട്. പെൺകോഴി കാണാൻ നല്ല രസമുണ്ട്. ഇതിന് കുറച്ച് തീലി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതിന് പുറകിൽ കണ്ട കുറച്ച് കുഞ്ഞി സ്പാരോസ്, ഒരുപാട് കളറുള്ള കുറേ കളറുള്ള സ്പീച്ചസ് ആണ് തോന്നുന്നു. നല്ല രസമുണ്ട്. പിന്നെ നിങ്ങളെ ഞാനൊരു അടിപൊളി സാധനം കാണിച്ചു തരാം. ഇത്ര വലിയ കോഴിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വലിയ കോഴി, വലിയ കോഴി. അയ്യോ, പൂവൻകോഴിയും പെടക്കോഴിയും. ഇത് കണ്ടോ, വേറെ ഒരു കോഴിയാണെങ്കിൽ ഉറങ്ങിപ്പോയി, അത് തിരിഞ്ഞിരുന്ന് ഉറങ്ങുക. ഇനിയാണ് നമ്മുടെ സൂപ്പർ റാബിറ്റ്സ്. അയ്യോ, ഹലോ 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 ഹലോ. നല്ല രസമുണ്ട്. ഇവരിങ്ങനെ എന്തോ കാര്യമൊക്കെ പറയുകയെന്ന് തോന്നും. ഒരു റാബിറ്റ് ഉറങ്ങിപ്പോയി കണ്ടോ, ഒരു റാബിറ്റ് ഉറങ്ങിപ്പോയി. ഇവർ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഹലോ, ഓക്കെ, കമോ. എനിക്ക് ഇവിടെ പ്രാവിനെ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമില്ലേ വെള്ള പ്രാവിനെ കാണാൻ. ഇതിൻ്റെ കഴുത്ത് കണ്ടോ, കഴുത്തിന് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. അതിൻ്റെ കാലിൽ കണ്ടോ ഒരുപാട് കൂടെയുണ്ട്. കാല് ഫുൾ കൂടെയാണ്. കൈ കൊണ്ടുവന്ന് കൊടുത്താൽ കൊത്തും. അയ്യോ, ഓക്കെ. ഇനി ഇവിടെയാണ് നല്ല രസമുള്ള വേറെ ഒരു പ്രാവ്. ഫുള്ള് ഫെദറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്രാവുണ്ട്. ഇതെല്ലാം ഫുഡ് കഴിക്കുക. പക്ഷെ ഒന്നിൻ്റെ പേര് എഴുതിയിട്ടില്ല. ഇത് നമ്മൾ സാധാരണ കാണുന്ന പ്രാവാന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ കഴുത്തേൽ ഇങ്ങനെ ഒരു കുറച്ച് തൂവലൊക്കെ കൂടുതലുണ്ട്. ഇങ്ങനെ തൊപ്പി പോലെയൊക്കെ ഇരിക്കുന്നു. ഇത് തൊപ്പി പോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തല ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. പക്ഷെ നല്ല രസമാണ്, ബ്യൂട്ടിഫുൾ. ഇതും അതുപോലെ തന്നെ. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്പാരോസ്, അതിൻ്റെ ഈ കാലയിലൊക്കെ നമ്പറൊക്കെ എടുത്താൽ തോന്നുന്നു. കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട് അല്ലേ. കുഞ്ഞി കുഞ്ഞി പല കളറുള്ള സ്പാരോസ്. ഇത് വേറെ ഒരു പ്രാവ്, ഇത് വേറെ ഒരു കോഴി. ഇതാണെങ്കിൽ ഇവിടെ വേറൊരു സ്ഥലം, അടിപൊളി വാലൊക്കെ ഉള്ള ഒരു സൂപ്പർ സ്ഥലം. പിന്നെ ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. കാരണം എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത് അല്ലേ. ഇതൊന്നും ബ്യൂട്ടി പാർലറിൽ പോകാറില്ല, ഒരുങ്ങാറില്ല. പക്ഷെ സുന്ദരനാണ്. ഇതിനെനിക്ക് ഒറ്റയ്ക്ക് നിർത്തിയേക്കുന്ന. എന്താണെങ്കിലും ഇത് മെയിലാണ്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്, സൂപ്പർ. ഹലോ. നമുക്ക് സ്നേഹിക്കാനൊക്കെ തോന്നും, പക്ഷെ കൊത്തുമോന്ന് അറിയത്തില്ല. എന്താണേലും അടിപൊളിയാണ്. അവിടെ ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടേ. ഇനി അടുത്ത ഒരു പക്ഷി. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇതിന്റെയും വേണേ കാണാനില്ല. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ കുഞ്ഞു കോഴി പോലെയുണ്ട്, ചെറിയ കോഴികളെ പോലെയുണ്ട്. ഇത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന പൂവൻകോഴി, പെടക്കോഴിയാകും. സാധാരണ വീടുകളിലൊക്കെ കാണുന്ന കോഴിയാണെന്ന് തോന്നുന്നു. ഓ, ഈ കോഴി സൂപ്പറാണ്. നല്ല രസമുള്ള, നല്ല ഫെദേഴ്സുള്ള അടിപൊളി. വേറെ ഒരു സൂപ്പർ കോഴി. നമ്മൾ KG സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഹെൻ എന്നൊക്കെ എഴുതിയിരുന്ന ആ ഒരു ഹെന്നാണ് ഈ കാണുന്ന ഹെന്ന്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ള നൈസ് ഹെയർ ഉള്ള അടിപൊളി കോഴികൾ. കണ്ണുപോലും കാണുന്നില്ല, അത്രയും ഫെദറാ, സൂപ്പർ. ഇത് വേറെ കോഴി. ഇവിടെ ഫുള്ള് കോഴിയാ തോന്നുന്നല്ലേ. ഇത് വേറെ കോഴി, ഇത് വേറെ കോഴി, ഇത് നല്ല രസമുണ്ട്. ഇത് വേറെ കോഴി, ഇതും അടിപൊളിയാ. ഇത് വേറെ കോഴി, ഇത് 2 കോഴികള്. ഇത് വേറെ കോഴി, ഇത് വേറെ കോഴി, ഇവിടെ വേറെ കോഴി. ഇത് പ്രാവ്, നല്ല രസമാണ് അല്ലേ, നല്ല രസം. നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും. ഇത് വേറെ പ്രാവ്, പ്രാവ്, പ്രാവ്. ഇതൊരു പ്രാവ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, നല്ല വലുപ്പമുണ്ടല്ലേ. ഇതൊരു പ്രാവ്, ഇത് പ്രാവ് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, 2 പ്രാവ്. ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഇതിനൊരു പേര് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഓക്കെ, ഇതിലിവിടെ പേര് മെൻഷൻ ചെയ്തിട്ടുമില്ല, എവിടെയും ഇല്ല. അത് നോക്കി, എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചാറ്റിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേര് തരിക. ഓക്കെ. ഇവിടെ 2 മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട കാണാം. അതിൻ്റെ അടിയിൽ ഒരു മുട്ടയും കൂടെ ഉണ്ടെന്ന് തോന്നും. അത് ആരെയും കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ചേക്കുക. മിക്കവാറും ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേനും മുട്ട വിരിയും. 2 പേരും കൂടെ പുറത്ത് വരും. അയ്യോ, ഇതെന്ത് സാധനം? ഇഗ്വാന, നല്ല രസമുണ്ടല്ലേ. ഇത് ഭയങ്കര പാവമാണ്, പക്ഷെ നമുക്കിങ്ങനെ തൊടാനൊക്കെ പേടിയാവും. നഖമുണ്ട്. ഓക്കെ, ഒരു ഓറഞ്ച് ഇഗ്വാനയും ഒരു ഗ്രീൻ ഇഗ്വാനയും. ഓക്കെ, ഇനിയും വേറെ കോഴീസ്. ഇവിടെ ഇഷ്ടം പോലെ കോഴിയാണ്. ഇവിടെ വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. നല്ല രസമുണ്ട്. ഇതിൻ്റെ ആ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. ഒരു വാലയ്ക്കുള്ള നമ്മള് എന്തായാലും പറയുന്ന പേര് സ്കുരലിൻ്റെ പോലെയൊക്കെ ഉണ്ട്, അണ്ണാൻ്റെ പോലെയൊക്കെ ഉണ്ട്. ഇത് വേറെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തത്ത. ഇവിടെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തത്ത. ഇവിടെ കുറച്ച് പാമ്പുണ്ട്. പാമ്പ് ഒരു ബോക്സിനകത്ത് തന്നെ എലിയും പാമ്പും ഇരിക്കുന്നുണ്ടോ? ഇവിടെ എലിയും അവിടെ പാമ്പും. അതിനകത്ത് മുള്ളൻ ഇതിന് കഴിക്കാനാണോ എലി? ഇതെന്തേലി? ഇതെന്ത്? മുള്ളൻ പന്നിയാ? ഓക്കെ, മുള്ളൻ പന്നിയാ നിൽക്കുന്നത്. ഇത് പോയിസണുണ്ടോ? പൈത്തണാണോ? ഇതെന്ത്? 2 പൈത്തണാണോ? ഇനി നമുക്കൊരു വലിയ ഇഗ്വാനെ കാണാം. ഒന്ന് വലുപ്പമൊന്നുണ്ടോ? ചാരാടെ ഇഗ്വാനയാ. ഇത്രയും വലിയൊരു ഇഗ്വാന നമുക്ക് അങ്ങനെ എപ്പോഴും കാണാറില്ല. എപ്പോഴും ആനിമൽ പ്ലാനറ്റ്സിലൊന്നും കാണാറില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 60 മുതൽ 136 സെൻറ്റിമീറ്റർ വരെ ഇതിന് നീളം വരുന്നത്. മറ്റൊരു പ്രത്യേകത സ്റ്റീൽ ഗ്രേ മുതൽ കടും പച്ച കളർ വരെയാണ് ഇതിൻ്റെ കളർ വേരിയേഷൻ വരുന്നത്. അതായത് 2 എക്സ്ട്രീം കളേഴ്സാണ്. ഇതിൻ്റെ ഇടയിലുള്ള കളേഴ്സിലേക്ക് ഇത് മാറാറുണ്ട്. പിന്നെ ഇതിനുള്ള പേര് വരാൻ കാരണം നമ്മുടെ കാണ്ടാമൃഗം റൈനോസേഴ്സിൻ്റെ കൊമ്പ് പോലെ ഒരു കൊമ്പ് അതിന് വരുന്നുണ്ട്. അത് ഫേക്ക് ആയിട്ടുള്ളതാണ്, പക്ഷെ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനൊരു പേര് ഇഗ്വാന എന്നുള്ള പേര് വന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഹലോ, അത് കണ്ടോ? അവിടെ ഒരു സൈഡിൽ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടോ? അത് കുഞ്ഞൻ ഫോക്സ് ഇരിക്കുന്നത് കണ്ടോ? ഇതിൻ്റെ പേര് ഫെനക് ഫോക്സ് എന്നാണ്. കുഞ്ഞു തരത്തിലുള്ള ഫോക്സ്. സാധാരണ ഈ ശബ്ദം പട്ടിയും ഇതിനൊക്കെ ഉണന്നുണ്ട്. ഈ ശബ്ദങ്ങൾ സാധാരണ ഫോക്സിനെയൊക്കെ ട്രിഗർ ചെയ്യുന്നൊരു ശബ്ദമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി കുഞ്ഞനൊരു ഫോക്സിനെ നമുക്ക് കാണാൻ പറ്റി. കുറേ ഇഗ്വാനാസിനെ നമുക്കിവിടെ കാണാം. അവരതിന് ഒറിജിനൽ ആയിട്ടുള്ള മരമൊക്കെ വെച്ചിട്ട് നന്നായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു. നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഇഗ്വാനാസ്. എത്ര ഉണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5
6, 7, 8 അവിടെ 2 ഒരുമിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ 8 ഇഗ്വാന. 8 അല്ല, ഇവിടെ വേറെ ഒരെണ്ണം മുകളിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. 11 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 11 ഇഗ്വാനാസ് ഉണ്ട്. ഞാനിവിടെ 8 കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവും, നോക്കാം. ഓ, മുകളിൽ ഒരെണ്ണം നിൽക്കുന്നു. ഓക്കെ, ബ്യൂട്ടിഫുള്ളാ. ഇവിടെ വേറെ തത്തയുണ്ട്. നമ്മൾ നേരത്തെ തത്തയൊക്കെ കണ്ടായിരുന്നു. ഇവിടെ നല്ല ഒരു കേജിലൊക്കെ ആക്കി ഇട്ടേക്കുക. ഇതായിരുന്നു ഇത്രയും നേരം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്ന. ഞാൻ വിചാരിച്ചു വല്ല പട്ടിയൊക്കെ ആയിരിക്കുമെന്ന്. ഇത്രയും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം ഇതായിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത്. ഹലോ, അതിനെന്നോ ചുണ്ട് കണ്ടോ, എന്നെ വലിയ ചുണ്ടാന്ന് കണ്ടോ. അവർ തമ്മിൽ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 തത്തകൾ. ഇത് ആഫ്രിക്കൻ തത്ത. ഇതിൻ്റെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ബോക്സിൽ വരൂ, സ്ക്രീൻഷോട്ട് എടുക്കൂ, പേര് എഴുതിയിടും. ഓക്കെ, അപ്പോൾ കമോൺ കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2. ഇത് പ്രാവാണോ തത്തയാ അല്ലേ? ഓക്കെ, പ്രാവിൻ്റെ പോലെ നല്ല രസമുള്ള ഇത് തത്തയായിരുന്നു. ഓക്കെ, സോറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തത്ത. ഓക്കെ, നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇനി കുറച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ആനിമൽസിനെ കാണാം. പിന്നെ അവിടെ ഐസ്ക്രീമും ഉണ്ട്. അതോടെ ഇത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ആനിമൽസിനെ ഒന്നും ഇനി ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു സിംഹത്തെ ഒന്നും ഇപ്പം പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സിംഹത്തെ. ആണോ? ഇതൊക്കെ നമ്മൾ ആണെന്ന് വിശ്വസിച്ച് നമുക്ക് കാണുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഒരു ആമയുടെ ഫീഡിങ്ങാണ് കാണാൻ വേണ്ടി പോകുന്നത്. അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ബൈ. ഹലോ, ഇപ്പം നമ്മൾ ആമയ്ക്ക് ഫുഡ് കൊടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? 2 ആമയുണ്ട്. അതിന് ചെമ്പരത്തിയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പം ആമ മെല്ലെ അതിലേക്ക് നടന്നു വരുന്ന കാണാം. നടന്നല്ലാതായിട്ട് അതിനെ എടുത്ത് വെക്കുമായിരുന്നു. ഓ, ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലേ? 2 പേരും 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിക്കുന്നു. ഓക്കെ, ഇടക്കാല ആശ്വാസമാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ചെമ്പരത്തി പൂവ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മത്തങ്ങ ചോപ്പ് ചെയ്താൽ ഇനി കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇനി ഇഗ്വാനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കാണാവേ. ഓക്കെ, ഇവിടെ ഇഗ്വാനയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. ഇഗ്വാനയ്ക്കും ചെമ്പരത്തി പൂക്കളാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഇഗ്വാനെ ഫീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇഗ്വാനയ്ക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ചെമ്പരത്തി പൂക്കൾ തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളറുള്ള ചെമ്പരത്തി പൂക്കൾ അവിടെ വെക്കുമ്പോൾ അതിങ്ങനെ തലയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ വിളിക്കുന്നു, അതിന് ഓരോന്നിനെ വിളിക്കുന്നു, ഓരോന്നിനെ അതിനെ ഓരോന്നിനെ എടുക്കുമ്പോൾ അതിന് അത് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയത്തില്ല. സൂക്ഷിച്ചോ, ക്യാമറയ്ക്ക് സൂക്ഷിച്ചോ.
ഇല്ല വരത്തില്ല. ഓക്കെ, അതിന് അത് തിന്നാൻ വേണ്ടി മെല്ലെ പോവേ. ഇനി നമുക്ക് നോക്കാം, നേരത്തെ നമ്മൾ കൗണ്ട് ചെയ്താൽ 11 ഉണ്ടോ എന്നുള്ളത്. അതിനൊന്ന് പിടിച്ച് നിർത്തിയിട്ട് നിൽക്കുന്നില്ല, എല്ലാം ചാടി പോകുന്നു. ഇത് ഇച്ചിരി പ്രായം തോന്നാൻ തോന്നുന്നു. ഓക്കെ അത് 9 വർഷമായിട്ട് ഇവരുടെ കൂടെ ഉള്ളതാ. ഓക്കെ, അത് ഏജ്ഡായിട്ട് നല്ല ഹെൽത്തി ആണെന്നാണ് പറഞ്ഞത്. അതിന്റെ വാല് കണ്ടോ എത്ര നീളമുണ്ടോ? ഓക്കെ നമ്മൾ പിടിക്കാൻ നേരം അത് അടിക്കും. ഓക്കെ, ആ വാല് വെച്ച് അത് അടിക്കും. അത്രയും കഴുത്തേ പിടിക്കോ? ഓക്കെ ഓക്കെ ഇഗ്വാന ഒന്നും തന്നെ ഇണക്കില്ലാത്ത ഇതാണ്. ഇത് കണ്ട് കയ്യിലൊക്കെ കണ്ടോ, അത് അടിച്ച് മുറിവുകളൊക്കെയാണ് കണ്ണിൻ്റെ അവിടേക്ക് അടിച്ചത് കേട്ടോ. ഓക്കെ, ഇന്നലെ അടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വാലൊക്കെ വെച്ചിട്ടാണ് അത് അടിക്കുന്നത്. അതൊക്കെയാണ് ഫുഡ്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഇവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, സൺഫ്ലവർ സീഡ്സ് ഒക്കെ കൊടുക്കുന്നത് തോന്നുന്നു. അവര് ഇങ്ങനെ സെപ്പറേറ്റ് എന്ത് ഓക്കെ, അത് പേരാണെന്നാ പറഞ്ഞത്. അത് സെപ്പറേറ്റ് കിടക്കുന്നതുകൊണ്ട് അവർ വഴക്കുണ്ടാക്കുന്നത്. നമ്മൾ വന്നപ്പോൾ മുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് അതായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇവിടെ വേറൊരു വലിയ പാരറ്റ്. ഈ പാരറ്റിന്റെ പേരെന്താ? ഇതിന്റെ പേര് അത് പാരറ്റ്സിലെ രാജ്ഞിയാണെന്ന് ഇതിനെ അറിയപ്പെടുന്നത്. ശരിയാണല്ലേ? എത്രയും ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള സീനാസ് എക്സോട്ടിക്സ് ആണ്. നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം എന്ന് അവർ പറഞ്ഞു. അപ്പം നമ്പർ ഒന്നുകൂടെ പറയുകയാണ്, 799073075539. ഇത് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആനിമൽസിൻ്റെ ബേർഡ്സിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി. ഹലോ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഓപ്പൺ ഐവറിയാണ്. കമോൺ. അങ്ങനെ അധികം ഒന്നും നമ്മൾ കാണാത്ത ഒരു സാധനമാണ് ഓപ്പൺ ഐവറി. പക്ഷേ ഇപ്പോഴത്തെ വീടുകളിൽ ഇത് സെറ്റ് ചെയ്യാറുണ്ട്. എല്ലാ മൃഗത്തെയും പക്ഷികളെയൊക്കെ ഓപ്പൺ ആക്കി വിട്ടിട്ട് അവരെ വളർത്താനുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ചൂട് തണുപ്പ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ള ഒരു സജ്ജീകരണത്തെയാണ് ഓപ്പൺ ഐവറി എന്ന് പറയുന്നത്. ഇതൊരു ആനിമൽ പ്ലാനറ്റിലൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ശ്രമകരമാണ്. ഇവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റുന്നുണ്ട്. ഹലോ 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 കണ്ടോ? എന്ത് രസം ഇതിങ്ങനെ കാണാൻ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ പറക്കുന്നതെന്ന് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, കമോൺ. കോഴി 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 കോഴി. ഇവിടെ മറ്റേ പണ്ട് നമുക്ക് റോഡിലൊക്കെ കാണാൻ പറ്റുന്ന കളർ കോഴികളെ കാണാൻ പറ്റുന്നുണ്ടോ? കുറേ കളർ കോഴികളുണ്ട്. ഓക്കെ, കിളിക്കൂടുകൾ. ഇത് നമ്മൾ അല്ലാതെ കാണുന്ന കിളിക്കൂടുകളുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ കുറേ കിളിക്കൂടുകളുണ്ട്. പിന്നെ അവിടെ കുഞ്ഞൻ കുറേ കിളികളുണ്ട്. സ്പാരോസ്, സ്പിഞ്ചസ്. ഇത് നമ്മൾ സാധാരണ ഓപ്പൺ ഐവറി ഒക്കെ ചെയ്യുന്ന വീടുകളിൽ വളർത്തുന്ന കാണാറുണ്ട്. ഈ സ്പിഞ്ചസ് വളർത്താൻ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറേ റാബിറ്റ്സും ഉണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള. ഹലോ ഹലോ, നല്ല രസമുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ എല്ലാ കളേഴ്സിലും കുറേ റാബിറ്റ്സും ഉണ്ട്. പക്ഷെ ഇതിനെ ഇപ്പോഴും കൂട്ടിൽ തന്നെ ഇട്ടേക്കുന്നു. ഇവിടെ ഓപ്പൺ ആക്കി വിടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ഉണ്ടോ ഓരോ കൂട്ടിലും കിളിക്കൂടിലും മുകളിൽ സ്പാരോസ് ഇരിക്കുന്നുണ്ടോ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ഇരിക്കുന്നത്, നിരന്നിങ്ങനെ ഇരിക്കുന്നുണ്ടോ?
നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഇതാണ് ആനിമൽ പ്ലാനറ്റിലെ വിശേഷം. നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരുപാട് ആനിമൽസിനെ കാണാം. ഓക്കെ, ബൈ.